വചനമൊഴി ജനുവരി 30. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 6:8-15, 7:51-60, ലൂക്കായുടെ സുവിശേഷം 23:33-43. ദനഹകാലത്തെ 4-ാം വെള്ളിയാഴ്ചയാണ് ഇന്ന്. ദനഹകാലത്തെ വെള്ളിയാഴ്ചകളിലെല്ലാം മിശിഹായ്ക്ക് വേണ്ടി പ്രത്യേകമായ വിധത്തിൽ സാക്ഷ്യം വഹിച്ച രക്തസാക്ഷികളെയും വിശുദ്ധരെയും അനുസ്മരിക്കുന്ന ദിവസങ്ങളാണ്. ആദ്യ വെള്ളിയാഴ്ച യോഹന്നാൻ മാബ്ദാനെയും 2-ാം വെള്ളിയാഴ്ച പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ. വചനമൊഴി ഫെബ്രുവരി 2. വചനഭാഗം ശ്ലീഹന്മാരുടെ നടപടി 6:8-15, 7:51-60, ലൂക്കായുടെ സുവിശേഷം 23:33-43. ദനഹകാലത്തെ 4-ാം വെള്ളിയാഴ്ചയാണ് ഇന്ന്. ദനഹകാലത്തെ വെള്ളിയാഴ്ചകളിലെല്ലാം മിശിഹായ്ക്ക് വേണ്ടി പ്രത്യേകമായ വിധത്തിൽ സാക്ഷ്യം വഹിച്ച രക്തസാക്ഷികളെയും വിശുദ്ധരെയും അനുസ്മരിക്കുന്ന ദിവസങ്ങളാണ്. ആദ്യ വെള്ളിയാഴ്ച യോഹന്നാൻ മാബ്ദാനെയും 2-ാം വെള്ളിയാഴ്ച പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെയും 3-ാം വെള്ളിയാഴ്ച സുവിശേഷകന്മാരെയും 4-ാം വെള്ളിയാഴ്ച ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെയും തുടർന്ന് വരുന്ന വെള്ളിയാഴ്ചകളിൽ ഗ്രീക്ക് സഭാപിതാക്കന്മാരെയും സുറിയാനി സഭാപിതാക്കന്മാരെയും ഇടവക മധ്യസ്ഥനെയും അവസാന വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാളുമാണ്. ഇന്ന് 4-ാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് വിശുദ്ധ സ്തേഫാനോസിന്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ഇന്ന് സുവിശേഷത്തിൽ നിന്നും വായിക്കുന്നത് കുരിശിൽ കിടന്ന് ഈശോ ജീവൻ വെടിയുന്നതിന് മുൻപുള്ള ഭാഗമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് തിരുവചനത്തിൽ കാണുന്നത്. ജീവിതത്തിലും മരണത്തിലും ഈശോയെ അനുകരിച്ചവരും ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവരുമാണ് രക്തസാക്ഷികൾ. വിശുദ്ധ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ വിവരണമാണ് ലേഖനഭാഗത്ത് നാം കാണുന്നത്. സ്തേഫാനോസിനെ വിചാരണ ചെയ്യുന്നതും വധിക്കുന്നതുമായ സംഭവമാണ്. ഈശോയുടെ വിചാരണയുടെയും മരണത്തിന്റെയും വളരെ സാദൃശ്യം സ്തേഫാനോസിന്റെ വിചാരണയിലും മരണത്തിലും കാണാം. കർത്താവായ ഈശോയെ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന അപേക്ഷയും കർത്താവെ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് എന്ന പ്രാർത്ഥനയും കാൽവരിയിലെ കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ പ്രതിരൂപമായിട്ട് കാണുവാൻ സാധിക്കും. കർത്താവിന്റെ കരങ്ങളിലുള്ള സ്വയം സമർപ്പണവും ശത്രുവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ജീവിതത്തിലും മരണത്തിലും മിശിഹായെ അനുകരിച്ച് സ്തേഫാനോസിന്റെ മാതൃക പിന്തുടരാൻ നമുക്കും ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.